റാങ്ക് ഫയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 18/7/2026 കോഴിക്കോട് ജില്ലയിൽ നടന്ന മോർണിംഗ് ഷിഫ്റ്റിൽ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും ഒരു ശരിയായിട്ടുള്ളൊരു ആൻസറായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. മേ ബി അത് ശരിയായിരിക്കാം, ശരിയല്ലായിരിക്കാം. എന്താ അങ്ങനെ മാർക്ക് ചെയ്യാൻ കാരണം എന്ന് വെച്ചിരുന്നാൽ, ഈ എക്സാം എഴുതിയ കുട്ടി അവൾ ഏതാണ് എഴുതിയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ക്വസ്റ്റ്യൻ കിട്ടിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, എത്രയും പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ പോസ്റ്റ് ചെയ്തതാണ്. അത് എഡിറ്റ് ചെയ്യാനോ ഒന്നിനും നിന്നിട്ടില്ല. അടുത്ത് തന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻസ് നോക്കുക, ഏതാണോ കറക്റ്റ് ആൻസർ അത് കണ്ടുപിടിച്ച് അത് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആൻസറാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. മേ ബി അത് ശരിയായിരിക്കാം. പിന്നെ അതുപോലെ വേറൊരു ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഫ്റ്റർനൂൺ സെക്ഷൻ കംപ്ലീറ്റ്ലി എക്സാം ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പലരും എക്സാം ഹോളിൽ എത്തിയതിന് ശേഷമാണ് അറിഞ്ഞത് എന്നാണ് അറിയാൻ പറ്റിയത്. അപ്പം നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആലപ്പുഴ ജില്ലയിൽ ഒരു എക്സാം സെൻറ്ററിൽ ആഫ്റ്റർനൂൺ കൊടുക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു ക്ലാസ് റൂമിൽ ആഫ്റ്റർനൂൺ കൊടുക്കേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ മോർണിംഗ് സെഷനിൽ കൊടുത്തു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് അതും എക്സാം തുടങ്ങാൻ ബെല്ലടിച്ചതിന് ശേഷമാണ് പല എക്സാംസും പല സെൻറ്ററുകളിലും ക്യാൻസൽ ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ തന്നെ എത്തിയിരിക്കുന്നത്. എക്സാം എഴുതി ആരും ടെൻഷൻ അടിക്കേണ്ട. എഴുതിയ എക്സാം എന്തായാലും ക്യാൻസൽ ചെയ്യില്ല എന്നാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ആ ഒരു പെർട്ടിക്കുലർ ഏരിയത്തെ ആളുകൾക്ക് മാത്രമായിരിക്കും ഇനി റീ എക്സാം എഴുതേണ്ടി വരിക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയിരിക്കുന്നത്. എന്ത് തന്നെയായാലും പലരും, ചില ആളുകളൊക്കെ പറയുന്നുണ്ട് സിലബസ് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ സിലബസ് കംപ്ലീറ്റ് ആവാത്ത ആളുകൾ സിലബസ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അതിനുള്ളൊരു ടൈം കിട്ടിയിട്ടുണ്ട്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇനിയും പോർഷൻസ് കവർ ചെയ്യാണ്ട് അതൊക്കെ കവർ ചെയ്യുക. അതോടൊപ്പം തന്നെ മോർണിംഗ് സെഷനിൽ നടന്ന ഈ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ടൊന്ന് വിലയിരുത്തിയിട്ട് ഏതൊക്കെ ഭാഗങ്ങളാണോ കവർ ചെയ്തത് അതൊന്ന് കൂടുതലായിട്ട് ഡീപ്പായിട്ട് പഠിച്ചിട്ടെടുക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് അത് സിമ്പിളായിട്ടുള്ള ഇതാണ്. മാത്സൊക്കെ വളരെ സിമ്പിളായിട്ടാണ് തോന്നുന്നത് കണ്ടിട്ട്. അപ്പം നല്ലോണം പഠിക്കുക എല്ലാവരും. മാക്സിമം ക്വസ്റ്റ്യൻസ് വിലയിരുത്തുക. ഡീപ്പായിട്ട് അതിനുള്ള പോയിൻറ്റ്സ്, ക്വസ്റ്റ്യനിലുള്ള സബ് പോയിൻറ്റ്സ് ഏതൊക്കെയാണോ, ഓപ്ഷൻസിനെ പറ്റിയിട്ട് ഒന്ന് നോക്കുക. മേ ബി അത് ക്വസ്റ്റ്യനായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു കാരണവശാലും ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റാണെന്ന് വിചാരിക്കരുത്. അത് ചിലപ്പോൾ ശരിയാവാൻ തെറ്റായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് കറക്റ്റ് ആൻസർ ഏതാണോ വരുന്നത് അത് മാത്രം പഠിക്കുക. എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടിയ സമയത്ത് ഞാൻ എത്രയും പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്തതാണ്. അത് എഡിറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് കറക്റ്റ് ആൻസേഴ്സ് മാത്രം നോക്കി പഠിക്കണം കേട്ടോ. പിന്നെ അതുപോലെ ഇതിൽ മാത്സിൻ്റെ പോർഷൻസിൽ വർക്കൗട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കുക, എന്നിട്ടത് ചെയ്ത് നോക്കുക. ഇതിൽ കുറച്ച് മെസ്സി ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ കിടക്കുന്നത്. വേറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇത് തന്നെ ഷെയർ ചെയ്തത്. ആൾ ബാക്ക് സൈഡിലില്ലാതും വർക്കൗട്ട് ചെയ്യാൻ സ്പേസ് ഇല്ലാതെന്ന് പറഞ്ഞിട്ട് ഇത് ക്വസ്റ്റ്യൻസിൻ്റെ കൂടെയാണ് വർക്കൗട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് നോക്കുക, എന്നിട്ട് നിങ്ങൾ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. കുറച്ച് മെസ്സിയാണ് ക്വസ്റ്റ്യൻ പേപ്പർ. വേറെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാത്തത് കൊണ്ടാണ് ഇത് തന്നെ അപ്ലോഡ് ചെയ്തത്.